നോക്കൂ, നമുക്കിന്ന് നമ്മളെ ടെക്സ്റ്റിലെ ഐഡൻറ്റിറ്റീസുമായി ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസാണ് നോക്കാനുള്ളത്. ശ്രദ്ധിക്കുക. അതിൽ ടെക്സ്റ്റിൽ നിങ്ങളെ ഈ ഐഡൻറ്റിറ്റീസുമായി ബന്ധപ്പെട്ടുള്ള പ്രോബ്ലം വരുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. 5th പ്രോബ്ലം മുതൽക്കാണ് നമ്മൾ തുടങ്ങുന്നത്. നോക്കാം, ഒരു ചോദ്യം നോക്കൂ. പ്രൂവ് ദാറ്റ് cosec theta minus cot theta whole square. Cosec theta minus cot theta whole square is equal to 1 minus cos theta divided by 1 plus cos theta. ഇതാണ് നമ്മുടെ ടെക്സ്റ്റിലെ 5th ക്വസ്റ്റ്യൻ. ശ്രദ്ധിക്കെല്ലാവരും, ഈ കൊസീക്കിനെ നമുക്ക് 1 by sin theta എഴുതാം, മൈനസ് ഈ കോട്ടിനെ നമുക്ക് കോസ് തീറ്റ ബൈ സൈൻ തീറ്റ എഴുതാം, ഹോൾ സ്ക്വയർ. നമ്മൾ ആദ്യം തുടങ്ങുന്നത് LHS ആണ് കേട്ടോ. LHS ഈസ് ഈക്വൽ ടു, അപ്പോൾ നോക്കുങ്ങൾ, ഇതിന് പ്രത്യേകത എന്താ, രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് 1 മൈനസ് കോസ് തീറ്റ ഡിവൈഡ് ബൈ കോമൺ ഡിനോമിനേറ്റർ സൈൻ തീറ്റയാണ്, ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് കിട്ടി, മുകളിൽ സ്ക്വയർ കൊടുക്കുമ്പോൾ 1 മൈനസ് കോസ് തീറ്റ ഹോൾ സ്ക്വയർ, താഴെ സ്ക്വയർ കൊടുക്കുമ്പോൾ സൈൻ സ്ക്വയർ തീറ്റ, വിച്ച് ഇസ് ഈക്വൽ ടു 1 മൈനസ് കോസ് തീറ്റ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഈ സൈൻ സ്ക്വയർ നമുക്ക് 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് എഴുതാം. കാരണം ഐഡൻറ്റി വെച്ചിട്ട് സൈൻ സ്ക്വയർ തീറ്റ ആണ്, 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ. അപ്പം മുകളിൽ 1 മൈനസ് കോസ് തീറ്റ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ താഴെ ഇത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, 1 പ്ലസ് കോസ് തീറ്റ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ എന്ന് എഴുതാം. അപ്പോൾ ഈ 1 മൈനസ് കോസ് തീറ്റയും ഒരു 1 മൈനസ് കോസ് തീറ്റയും കട്ട് ചെയ്തു, വിച്ച് ഇസ് ഈക്വൽ ടു 1 മൈനസ് കോസ് തീറ്റ ബൈ 1 പ്ലസ് കോസ് തീറ്റ, വിച്ച് ഇസ് ഈക്വൽ ടു അവർ RHS. അപ്പോൾ LHS ഇസ് ഈക്വൽ ടു RHS എന്ന് കിട്ടി. ഇതാണ് ടെക്സ്റ്റിലെ 5th പ്രോബ്ലത്തിൻ്റെ ആൻസർ. ശ്രദ്ധിക്കുക. ഇനി നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. എന്താണ് നമ്മൾ അടുത്ത പ്രോബ്ലം നോക്കൂ. 5th പ്രോബ്ലം 1 ഇത്. അടുത്ത് കോസ് എ ഡിവൈഡ് ബൈ 1 പ്ലസ് സൈൻ എ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. 5th രണ്ടാമത്തെ പ്രോബ്ലം. കോസ് എ ഡിവൈഡ് ബൈ 1 പ്ലസ് സൈൻ എ പ്ലസ് 1 പ്ലസ് സൈൻ എ ബൈ കോസ് എ ഈക്വൽ ടു 2 sec a എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് LHS തന്നെയാണ്. LHSനെയാണ് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്നത്. നോക്കൂ, LHSൽ കോസും മൾട്ടിപ്ലൈ ചെയ്യാം. എന്താണ് കോസും മൾട്ടിപ്ലൈ ചെയ്താൽ കോസ് സ്ക്വയർ എ പ്ലസ്, ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ ഉണ്ടാവുക, 1 പ്ലസ് സൈൻ എ ദ ഹോൾ സ്ക്വയർ, രണ്ട് ടൈം ആയതുകൊണ്ട് ബ്രാക്കറ്റ് ഇടണം, ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ ഡിനോമിനേറ്ററിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ 1 പ്ലസ് സൈൻ എ ഇൻറ്റു കോസ് എന്നാണ്. എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. കോസ് ഇൻറ്റു കോസ്, കോസ് സ്ക്വയർ എ പ്ലസ് 1 പ്ലസ് സൈൻ എ ഇൻറ്റു 1 പ്ലസ് സൈൻ എ, 1 പ്ലസ് സൈൻ എ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 1 പ്ലസ് സൈൻ എ ഇൻറ്റു കോസ് എ. ഇനി നോക്കൂ, കോസ് സ്ക്വയർ എ പ്ലസ് ഇത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ആണല്ലോ. അപ്പോൾ നമുക്ക് 1 പ്ലസ് 2 സൈൻ എ പ്ലസ് സൈൻ സ്ക്വയർ എ ഡിവൈഡ് ബൈ 1 പ്ലസ് സൈൻ എ ഇൻറ്റു കോസ് എ. ഇത് അതേപോലെ ചെയ്താൽ ഡിനോമിനേറ്റർ. ഇനി നിങ്ങൾ നോക്കൂ, ഈ കോസ് സ്ക്വയർ എയും സൈൻ സ്ക്വയർ എയും ആഡ് ചെയ്താൽ 1, 1ഉം 1ഉം ആഡ് ചെയ്താൽ 2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 2 പ്ലസ് 2 സൈൻ എ ഡിവൈഡ് ബൈ ഇത് രണ്ടിൻ്റെയും പ്രോഡക്റ്റ് അതേപോലെ എഴുതുക, 1 പ്ലസ് സൈൻ എ ഇൻറ്റു കോസ്. ഇനി നിങ്ങൾ നോക്കൂ, ഇതിൽ നിന്ന് രണ്ടും നമുക്ക് എന്ത് പുറത്ത് എടുക്കാം, 2 ക്യാൻ ബി ടേക്കൺ ഔട്ട് സൈഡ്, 2 ഇൻറ്റു 1 പ്ലസ് സൈൻ എ ഹോൾ ഡിവൈഡ് ബൈ 1 പ്ലസ് സൈൻ എ ഇൻറ്റു കോസ് എ, ഇങ്ങനെ വരിക. അപ്പോൾ നമുക്ക് ഈ 1 പ്ലസ് സൈനെയും 1 പ്ലസ് സൈനെയും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 1 കിട്ടും. 1 ബൈ കോസ് എന്താണ്, സീക്കാണ്. അപ്പോൾ 2 ഇൻറ്റു sec a, അതാണ് എന്ത് ഇവിടുത്തെ RHS, വിച്ച് ഇസ് ഈക്വൽ ടു RHS.
അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. എന്താണ് ആദ്യം ചെയ്തത്? LHS എടുത്തു, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ക്രോസ് മൾട്ടിപ്ലൈ കോസ് ഇൻറ്റു കോസ്, കോസ് സ്ക്വയർ പ്ലസ് 1 പ്ലസ് സൈൻ ഇൻറ്റു 1 പ്ലസ് സൈൻ, 1 പ്ലസ് സൈൻ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 2 ഡിനോമിനേറ്ററിൻ്റെ പ്രൊഡക്റ്റ്. എന്നിട്ട് ഇത് എക്സ്പാൻഡ് ചെയ്തു, എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. എന്നിട്ട് കോസ് സ്ക്വയർ സൈൻ സ്ക്വയറും 1 ആഡ് ചെയ്താൽ 2. അതാണ് ഈ 2 വരുന്നത് കേട്ടോ. ഈ കോസ് സ്ക്വയർ സൈൻ സ്ക്വയർ ആഡ് ചെയ്താൽ 1 ആണ്. 1 പ്ലസ് 1 ഈസ് 2 സൈൻ എ. സോ 2 ക്യാൻ ബി ടേക്കൺ ഔട്ട് 2 into 1 plus sin a divided by denominator. So we can cancel the denominator and 1 by cos a is sec. So we will get the answer 2 into sec. Clear? All of you? Yes. We can do the next problem. So you should remember all the identities clearly. Otherwise it should be ഡിഫിക്കൽട്ട്. നോക്കൂ, നമുക്ക് തേർഡ് പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഇതേപോലെ തന്നെ ടാൻ തീറ്റ, വാട്ട് ഈസ് ദ തേർഡ് പ്രോബ്ലം? ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് കോട്ട് തീറ്റ പ്ലസ് കോട്ട് തീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു 1 plus sec theta cosec theta, 1 plus sec theta cosec theta. Tan theta by 1 minus cot theta plus cot theta by 1 minus tan theta equal to 1 plus sec theta cosec theta. This is our problem. നമുക്ക് ഇവിടെ LHS എടുക്കുക. LHSലെ ടാൻ ഉള്ളതാ സൈൻ തീറ്റ ബൈ cos theta all divided by, this can be written as 1 minus cos theta by sin theta plus cot theta is cos theta by sin theta divided by 1 minus sin theta by cos theta. ഇനി ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. ഇത് ആദ്യം വിച്ച് ഇസ് ഈക്വൽ ടു സൈൻ തീറ്റ ബൈ കോസ് തീറ്റ തന്നെയാണ് മുകളിൽ ഡിവൈഡ് ബൈ, ഇത് നമുക്ക് ക്രോസ് ചെയ്താൽ സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ ഡിവൈഡ് ബൈ സൈൻ തീറ്റ. അങ്ങനെ വരും. ക്ലിയർ ആയാലും എല്ലാവർക്കും? ഇത് ന്യൂമറേറ്ററിൽ അതേപോലെ എഴുതി 1 ഇൻറ്റു സൈൻ, സൈൻ മൈനസ് ഇവിടെ ഉണ്ട് 1 ഇൻറ്റു കോസ്, കോസ് ഡിവൈഡ് ബൈ 1 ഇൻറ്റു സൈൻ, സൈൻ പ്ലസ് ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് കോസ് തീറ്റ ബൈ സൈൻ തീറ്റ അവിടെ ഉണ്ട്. ഇത് നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ ഡിവൈഡ് ബൈ കോസ് തീറ്റ. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? യെസ്. ഇനി ഇതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ റെസിപ്രോക്കൽ മൾട്ടിപ്ലൈ എന്താ ഉണ്ടാവുക? വിച്ച് ഇസ് ഈക്വൽ ടു സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ഇൻറ്റു ഈ ടേമിനെ ന്യൂമറേറ്റർ ഇൻറ്റു ഇതിൻ്റെ റെസിപ്രോക്കലും ഉണ്ട്. അപ്പോൾ സൈൻ തീറ്റ ബൈ സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ എന്നൊരു പ്ലസ്. ഇതേപോലെ കോസ് തീറ്റ ബൈ സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ ബൈ കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ എന്ന് വരും റെസിപ്രോക്കൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. സോ വാട്ട് ഈസ് സൈൻ ഇൻറ്റു സൈൻ? വി വിൽ ഗെറ്റ് ദി ആൻസർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ പ്ലസ് cos square theta divided by sin theta into cos theta minus sin theta. ഇങ്ങനെ നമുക്ക് ആൻസർ കിട്ടി. ഇനി നമുക്ക് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാ, ഇവിടെ നമുക്ക് സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റയാണ്, ഇവിടെ കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റയാണ്. അപ്പം ഈ ബ്രാക്കറ്റും നേരെ ഈ ടേം തിരിച്ചെഴുതിയതാണ് ഇവിടെ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട, നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം നോക്കിയിട്ട് ശ്രദ്ധിക്കുക. ഞാൻ എഴുതുന്നത് ശ്രദ്ധിക്കുക. സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ
കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ. ഇനിയാണ് ശ്രദ്ധിക്കാനുള്ളത്, ഇവിടുത്തെ പ്ലസ് ഞാൻ മൈനസ് എഴുതി, മൈനസ്. അപ്പോൾ കോസ് സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ, ഇനി എന്താ സംഭവിക്കാറോ, ഈ സൈനിന് മാറ്റം ഉണ്ടാവില്ല, ഈ ബ്രാക്കറ്റ് നേരെ മൈനസ് എഴുതുമ്പോൾ സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ. ഇത് മാത്തമാറ്റിക്സിൻ്റെ ഒരു ബേസിക് ലോ ആണ്. അതായത് ന്യൂമറേറ്ററിലുള്ള ഇവിടുത്തെ സിമ്പിൾ പോസിറ്റീവ് ഉള്ളത് നെഗറ്റീവ് ആകുമ്പോൾ ഡിനോമിനേറ്ററിലെ ബ്രാക്കറ്റിലുള്ള ടേമിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിവേഴ്സ് ആക്കി ഇതിൻ്റെ നേരെ തിരിഞ്ഞായിട്ട് എഴുതാൻ പറ്റും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വെച്ചിട്ട് ഒരു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ കൂടി നമുക്ക് നടത്താം. ഒരു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അതിന് നടത്താൻ പോകും. ശ്രദ്ധിക്കുക, എന്താണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നത് നോക്കാം. എന്താ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തുന്നത്? സൈൻ സ്ക്വയർ ഇൻറ്റു സൈൻ, എന്തുകൊണ്ട് നമുക്ക് ശ്രദ്ധിക്കുക, സൈൻ ക്യൂബ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ അല്ലേ. പിന്നെ മൈനസ് കോസ് ക്യൂബ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ ഓൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സൈൻ തീറ്റ കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ ദ ഹോൾ സ്ക്വയർ. ഇങ്ങനെ ഇട്ട് നോക്ക്, ഇവിടെ ശ്രദ്ധിക്കുക, ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സൈൻ ക്യൂബ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ, ഇതിനങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കോസ് ക്യൂബ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ ഡിവൈഡ് ബൈ രണ്ട് ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇട്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ പുറത്തേക്ക് എടുത്തിട്ട് ഡിനോമിനേറ്ററുമായി ക്യാൻസൽ ചെയ്യാം. അപ്പോൾ എന്താ വരിക, അതിൻ്റെ റിസൾട്ട് വരാം. ശ്രദ്ധിക്കുക, ഇതിൽ നിന്ന് സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റയും ഇതും രണ്ടിലും കോമൺ ആയതുകൊണ്ട് ഒരു സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ പുറത്തേക്ക് എടുക്കുക, അത് ഇതായിട്ട് കട്ട് ചെയ്യുക. അപ്പോൾ എന്താ കിട്ടുക, സൈൻ ക്യൂബ് തീറ്റ മൈനസ് കോസ് ക്യൂബ് തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ എന്നായി. കാരണം എന്താ പറയുക, ഡിനോമിനേറ്ററിലെ സ്ക്വയറും ഇതിൽ നിന്ന് ഈ രണ്ട് സാധനം കോമൺ എടുത്തിട്ട് അതും ഇതും കട്ട് ചെയ്ത് പോകുമ്പോൾ ഇവിടെ ഉണ്ടാവുക. ഇനി എ ക്യൂബ് മൈനസ് ബി ക്യൂബ്, വാട്ട് ഈസ് എ ക്യൂബ് മൈനസ് ബി ക്യൂബ്? ശ്രദ്ധിക്കുക, എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ, ഇതാണ് അതിൻ്റെ എക്സ്പാൻഷൻ. അത് അറിയാത്ത ആളുകൾ ശ്രദ്ധിക്കുക. എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എന്ന് പറഞ്ഞാൽ എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ ആണ്, ഐഡൻറ്റിറ്റിയാണ്. ഡിവൈഡ് ബൈ സൈൻ തീറ്റ കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ. അപ്പോൾ ഇതും കട്ട് ചെയ്തു. സൈൻ സ്ക്വയർ തീറ്റയും കോസ് സ്ക്വയർ തീറ്റയും ആഡ് ചെയ്ത് എത്ര കിട്ടുക, നമുക്ക് 1 ആണ് കിട്ടുക. അപ്പം 1 പ്ലസ് സൈൻ തീറ്റ കോസ് തീറ്റ, മനസ്സിലായേ? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് തീറ്റ 1 ആണ്, 1 പ്ലസ് സൈൻ തീറ്റ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ കോസ് തീറ്റ. അപ്പോൾ 1 ബൈ ഇതും ഇതിനോട് ഡിവൈഡ് ചെയ്യുക, രണ്ടിനെ സ്പ്ലിറ്റ് ആക്കി കഴിഞ്ഞാൽ 1 ബൈ സൈൻ തീറ്റ കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ കോസ് തീറ്റ, ഇങ്ങനെ. അപ്പം സൈൻ തീറ്റ കോസ് തീറ്റ ബൈ സൈൻ തീറ്റ കോസ് തീറ്റ കിട്ടി നമുക്ക് ആൻസർ ഇസ് ഈക്വൽ ടു 1 കിട്ടി, പ്ലസ് 1 ബൈ സൈൻ കൊസീക് 1 ബൈ കോസ് ഇൻറ്റു സീക്ക്. ഇപ്പം നമുക്ക് എന്തായി, 1 പ്ലസ് സീക്ക് തീറ്റ കൊസീക് തീറ്റ കിട്ടി, വിച്ച് ഇസ് ഈക്വൽ ടു RHS. അപ്പം നമുക്ക് ആൻസർ കിട്ടി LHS ഇസ് ഈക്വൽ ടു RHS എന്ന് ആൻസർ കിട്ടി. ദിസ് ഈസ് ദ ആൻസർ ഓഫ് ദിസ് പ്രോബ്ലം. അത് ശ്രദ്ധിക്കുക കേട്ടോ. ചില പ്രോബ്ലങ്ങളൊക്കെ അല്പം ലെങ്ത് ഉണ്ടാവും, അത് നമുക്കിത് വേറെ ഏതെങ്കിലും വഴിയിലൂടെ നമുക്ക് എളുപ്പത്തിലുള്ള ചോദ്യങ്ങൾ ചെയ്യാനൊക്കെ കഴിയും. നോക്കാം കേട്ടോ, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, വേറെ ഏതെങ്കിലും വഴി ഉണ്ടോ എന്ന് ചെയ്ത് നോക്കുക കേട്ടോ, പ്രശ്നമൊന്നുമില്ല. നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവരുന്നുള്ളൂ. നമുക്കിത് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റും. നിങ്ങൾ നല്ല ഒരു ഇതുമായി ബന്ധപ്പെട്ട് നല്ലൊരു കണക്ഷൻ വേണം കേട്ടോ, എന്നാലേ ഇത് ചെയ്യാൻ കഴിയുള്ളൂ. ഐഡൻറ്റിറ്റീസ് ആയിട്ടൊക്കെ നല്ല ബന്ധം വേണം, ക്യാൻസലേഷൻ അറിയണം, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അറിയണം, അങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ പ്രോബ്ലം ചെയ്ത് പഠിക്കാൻ കഴിയുള്ളൂ. ഓക്കെ, ഫോർത്ത് വൺ, 1 പ്ലസ് സി കെ, അതിലെ ഫോർത്ത് വൺ 1 പ്ലസ് സി കെ ഡിവൈഡ് ബൈ സി കെ
ഈക്വൽ ടു സൈൻ സ്ക്വയർ എ ബൈ 1 മൈനസ് കോസ് എ. എന്താ നമ്മുടെ പ്രോബ്ലം? 1 പ്ലസ് സീക്ക് എ ബൈ സീക്ക് എ, 1 പ്ലസ് സീക്ക് എ ബൈ സീക്ക് എ. ഇത് നമുക്ക് രണ്ട് വിധത്തിൽ ചെയ്യാതിനെ. എൽ എച്ച് എസും എടുത്തിട്ട് ആർ എച്ച് എസ് പ്രൂവ് ചെയ്യാം. ഇനി ആർ എച്ച് എസ് എടുത്തിട്ട് എൽ എച്ച് എസിലേക്ക് വന്നാലും മതി, അങ്ങനെയും ചെയ്യാം. ഇത് നോക്കൂ, ഞാനിപ്പോൾ ഈ ആർ എച്ച് എസ് എടുത്തു. സപ്പോസ് ഞാൻ ഐ ആം ടേക്കിംഗ് ആർ എച്ച് എസ്. ആർ എച്ച് എസ് ഈസ് ഈക്വൽ ടു സൈൻ സ്ക്വയർ എ ബൈ 1 മൈനസ് കോസ് എ. എന്താ സൈൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 മൈനസ് കോസ് സ്ക്വയർ എന്നാണ് സൈൻ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡിവൈഡഡ് ബൈ 1 മൈനസ് കോസ് എ. അപ്പോൾ ആക്ച്വലി എന്താ സംഭവിക്കുക? ഇതിന് ഞാൻ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ നമുക്ക് 1 പ്ലസ് കോസ് എ ഇൻറ്റു 1 മൈനസ് കോസ് എന്ന് എഴുതാം മുകളിലുള്ള. താഴെയോ 1 മൈനസ് കോസ് എഴുതി. 1 മൈനസ് കോസും 1 മൈനസ് കോസും കട്ട് ചെയ്തു. സോ വിച്ച് ഈസ് ഈക്വൽ ടു 1 പ്ലസ് കോസ് എ. ഇതാണ് ആർ എച്ച് എസ് സിംപ്ലിഫൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത്. ഇനി എൽ എച്ച് എസ് എന്താ? വാട്ട് ഈസ് എൽ എച്ച് എസ്? എൽ എച്ച് എസ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് സീക്ക് എ ഡിവൈഡഡ് ബൈ സീക്ക് എ. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 1 ബൈ സീക്ക് എ പ്ലസ് ഇതിനതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ സീക്ക് എ ബൈ സീക്ക് എ. വാട്ട് ഈസ് 1 ബൈ സീക്ക്? നമുക്കറിയാം അത് കോസയാണ്. പ്ലസ് സീക്ക് ബൈ സീക്ക് 1 ആണ്. അപ്പോൾ 1 പ്ലസ് കോസ് എന്ന് കിട്ടി. അപ്പോൾ എൽ എച്ച് എസും ആർ എച്ച് എസും 1 പ്ലസ് കോസ് തന്നെയാണ്. സോ ദേ ആർ ഈക്വൽ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഇത് രണ്ടും സിംപ്ലിഫൈ ചെയ്തിട്ട് ആൻസറിലെത്താം. നമുക്ക് നോക്കൂ, ഈ രൂപത്തിലുള്ള പ്രോബ്ലങ്ങൾ സോൾവ് സിംപ്ലിഫൈ ചെയ്യണത് ദർ ആർ ത്രീ മെത്തേഡ്സ്. ഫസ്റ്റ് മെത്തേഡ് എന്താ? ടേക്ക് എൽ എച്ച് എസ്, we will get LHS is equal to RHS. രണ്ടാമത്തെ തരം എന്താ? ടേക്ക് RHS and we will get RHS is equal to LHS. മൂന്നാമത്തെ തരം എന്താ? സിംപ്ലിഫൈ LHS and simplify RHS, we will get the same answer. അങ്ങനെയാണ് നമുക്ക് 3 രീതിയിലാണിത് ആൻസർ കൊടുക്കുന്നത്. അതാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയ ഇപ്പോഴത്തെ ചോദ്യം. നോക്കൂ, അടുത്തത് ഫിഫ്ത്ത് വൺ കോസ് എ മൈനസ് സൈൻ എ പ്ലസ് 1 ഡിവൈഡ് ബൈ കോസ് എ പ്ലസ് സൈൻ എ minus 1 is equal to cosec a plus cot a. Cos a minus sin a plus 1. Cos a minus sin a plus 1 divided by cosec a plus cot a. Cosec a, cos a minus sin a plus 1 divided by cos a plus sin a minus 1 is equal to cosec a plus cot a. ഇത് നമുക്ക് ചെയ്യാനുള്ളത്. ആദ്യം ഇവിടെ നോക്കൂ, എൽ എച്ച് എസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. എൽ എച്ച് എസിൽ ഇവിടെ എന്താ ചെയ്യണത്? നിങ്ങൾക്ക് എൽ എച്ച് എസ് is equal to cos a minus sin a plus 1 divided by cos a plus sin a minus 1. Divide numerator and ഡിനോമിനേറ്റർ ബൈ സൈനെ. നമ്മളിതിൻ്റെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററും സൈനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്താണ് സംഭവിക്കുക? നിങ്ങൾ കോസ് എ ബൈ സൈനെ മൈനസ് സൈനെ ബൈ സൈനെ പ്ലസ് 1 ബൈ സൈനെ. ക്ലിയർ ആയല്ലോ? എല്ലാ ടേമിനെയും സൈനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ബൈ അതേപോലെ കോസ് എ ബൈ സൈനെ
പ്ലസ് സൈൻ എ ബൈ സൈൻ എ മൈനസ് 1 ബൈ സൈൻ എ എന്ന് വരും. ഇതാണ് അപ്പോൾ LHS അങ്ങനെ ഉണ്ടാവുക. അപ്പോൾ കോസ് ബൈ സൈൻ എന്താ ആക്ച്വലി കോട്ടാണ്. അപ്പോൾ നമുക്ക് കോട്ട് എ മൈനസ് 1 സൈൻ ബൈ സൈൻ 1 ആണല്ലോ പ്ലസ് കൊസീക്ക് എ ഡിവൈഡ് ബൈ അതേപോലെ ഇത് കോട്ട് എ പ്ലസ് 1 മൈനസ് കൊസീക്ക് എ കിട്ടും. ഇനി ശ്രദ്ധിക്കുക, ഞാൻ ഇവിടെ വായിക്കുന്നുണ്ട് കേട്ടോ. അടുത്ത സ്റ്റെപ്പ് എഴുതാൻ വേണ്ടിയിട്ട് ഇവിടെ വായിക്കണം, ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ നോട്ട് എഴുതുമ്പോൾ അത് എഴുതിയിരിക്കണം. ഓക്കെ, ഇനി എന്താ പറയാൻ പോകണം നോക്കാം. ഇനി 1 എന്ന ഐഡൻറ്റിറ്റി ഞാൻ ഈ കോട്ടിയെ പ്ലസ് കൊസീക്ക് എ നോക്കൂ. ആദ്യം ഞാൻ കോട്ട എഴുതി, പിന്നെ ഞാൻ കൊസീക്ക് എഴുതി, പിന്നെ -1 പകരം മൈനസ് ഓഫ് കൊസീക്ക് സ്ക്വയർ എ മൈനസ് കോട്ട് സ്ക്വയർ. എങ്ങനെ ഒരു ഐഡൻറ്റിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. കൊസീക്ക് സ്ക്വയർ തീറ്റ മൈനസ് കോട്ട് സ്ക്വയർ തീറ്റ = 1 ഡിവൈഡ് ബൈ താഴെ ഇതാ കോട്ട് എ മൈനസ് കൊസീക്ക് എ, ആ മൈനസ് എന്താണ് ഈ 2 ടേമാണ്, പ്ലസ് കൊസീക്ക് സ്ക്വയർ എ മൈനസ് കോട്ട് സ്ക്വയർ ആണ് 1 പറഞ്ഞത്. ഇനി നോക്കൂ, ഇതിനെ ഞാൻ കോട്ട് എ പ്ലസ് കൊസീക്ക് എ എഴുതിയിട്ട് ഇതാ കോട്ട് എ പ്ലസ് കൊസീക്ക് എ മൈനസ് ഇതിനെ കൊസീക്ക് എ മൈനസ് കോട്ട് എ ഇൻറ്റു കൊസീക്ക് എ മൈനസ് കോട്ട് എ ഇൻറ്റു കൊസീക്ക് എ പ്ലസ് കോട്ട് എ ഓൾ ഡിവൈഡ് ബൈ, കാരണം അത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിന് എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി. ഇവിടെ കോട്ട് എ മൈനസ് കൊസീക്ക് എ, ഇവിടെ പ്ലസ് കൊസീക്ക് എ മൈനസ് കോട്ട് എ ഇൻറ്റു കൊസീക്ക് എ പ്ലസ് കോട്ട് എ. ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, മുകളിലുള്ളതിനെ കോമൺ ടേംസ് രണ്ടിൽ നിന്നും എടുത്തിട്ട് അത് കട്ട് ചെയ്യാൻ നോക്കാം. ഏതൊക്കെയാണ് നമുക്ക് കോമൺ ആയിട്ട് കട്ട് ചെയ്യാനുള്ളത്? മുകളിൽ കോമൺ ആയിട്ടുള്ള ആരാണ്? കൊസീക്ക് എ പ്ലസ് കോട്ട് എ ആണ് രണ്ടിലും കോമൺ ആയിട്ടുള്ളത്. രണ്ടിലും കോമൺ ആയിട്ട് കൊസീക്ക് എ പ്ലസ് കോട്ട്. അപ്പോൾ നമുക്ക് മുകളിൽ നിന്ന് എന്ത് ചെയ്യാം, കൊസീക്ക് എ പ്ലസ് കോട്ട് എ വിളിയെടുക്കാം. കൊസീക്ക് എ പ്ലസ് കോട്ട് എ ഇൻറ്റു ഇത് രണ്ടും കൂടി എടുത്താൽ പിന്നെ ഇവിടെ എന്താ ഉണ്ടാവുക, 1 മൈനസ് കൊസീക്ക് എ മൈനസ് കോട്ട് എ. ശ്രദ്ധിക്കത് ബ്രാക്കറ്റ് ഇടണം. നമുക്ക് എന്താണോ നമുക്ക് മനസ്സിലായോ, ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, അപ്പം ഇത് കിട്ടും. പിന്നെ ഈ ടേം മൾട്ടിപ്ലൈ ചെയ്യുമ്പം കൊസീക്ക് എ മൈനസ് കോട്ട് എന്ന് വരും, കൊസീക്ക് എ പ്ലസ് കോട്ട് എന്ന് വരും, ഡിവൈഡ് ബൈ. അടുത്തതോ കൊസീക്ക് എ, ഇത് കൊസീക്ക് എ മൈനസ് കോട്ടയാണ്, ഇത് കോട്ട മൈനസ് കൊസീക്ക് എ. നേരത്തെ പറഞ്ഞതുപോലെ ഇതിന് കൊസീക്ക് എ മൈനസ് കോട്ട പുറത്തെടുക്കുക, കൊസീക്ക് എ മൈനസ് കോട്ട് എ പുറത്തെടുക്കുക. പുറത്തെടുക്കുമ്പോൾ എന്താ സംഭവിക്കുക, ഇത് -1 ആണ്, കാരണം കൊസീക്ക് എ മൈനസ് കോട്ട. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇങ്ങോട്ട്, ഇത് കോട്ട മൈനസ് കൊസീക്ക് ആണ്, കൊസീക്ക് എ മൈനസ് കോട്ടയാണ്. അപ്പോൾ ഇതിൽ നിന്ന് രണ്ടൊന്നും പുറത്തെടുക്കുമ്പോൾ ഇവിടെ -1 ആണ് വരിക, പ്ലസ് ഇവിടെ എന്താ വരിക, ഇതാ കൊസീക്ക് എ പ്ലസ് കോട്ട് എ. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? നോക്കൂ,
അതായത് ഇവിടെ നമ്മൾ പുറത്തേക്ക് എടുക്കുന്നത് കൊസീക്കെ മൈനസ്, ഇതാണ് പുറത്തേക്ക് എടുക്കുന്നത്, ശ്രദ്ധിക്കട്ടോ, അതാണ് പുറത്തെടുക്കണേ. ഇതും സെയിം ആണോ? അല്ല, ഇതിൻ്റെ നേരെ റിവേഴ്സാണിത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി രണ്ടും പുറത്തെടുക്കുമ്പോൾ ഇവിടെ റിവേഴ്സിലോടത്ത് -1 ഉണ്ടാവും പുറത്തെടുക്കുമ്പോൾ. കാരണം എന്താ, ഈ -1 അങ്ങോട്ട് ഗുണിക്കുമ്പോഴേ അത് കോട്ടാവുള്ളൂ അല്ലേ. -1 ഇൻറ്റു മൈനസ് കോട്ട്, -1 ഇൻറ്റു കൊസീക്ക് മൈനസ് കൊസീക്ക് ഉണ്ടല്ലേ. അപ്പം ഇങ്ങനെ കിട്ടി. ഇനി എന്താ നമുക്ക് കിട്ടിയപ്പോൾ 1 മൈനസ് കൊസീക്കെ പ്ലസ് കോട്ടെ. മുകളിൽ കൊസീക്കെ പ്ലസ് കോട്ടെ ഇൻറ്റു 1 മൈനസ് കൊസീക്കെ. അത് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ലല്ലോ, ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. കൊസീക്കെ മൈനസ് കോട്ടിയെ. ഒരു മിനിറ്റ്, ഇത് ചെറിയൊരു മിസ്റ്റേക്ക് കൂടാന്ന് തോന്നുന്നു, ഒന്നുകൂടി നമുക്ക് ചെയ്ത് നോക്കാം. ആ പ്രോബ്ലത്തിൽ എഴുതി കൊടുത്ത എവിടോ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ നോക്കാം. കോസ് എ മൈനസ് സൈൻ എ പ്ലസ് 1 divided by cos a plus sin a minus 1 is equal to cosec a plus cot a. ഇതാണ് നമ്മുടെ ചോദ്യം. ശ്രദ്ധിക്കുക, നമ്മൾ നേരത്തെ ചെയ്തതുപോലെ സൈനോട് ഡിവൈഡ് ചെയ്താൽ നല്ല ശ്രദ്ധിക്കട്ടോ. LHS ആണ് നമ്മൾ എടുക്കുന്നത്. LHS ഈസ് ഈക്വൽ ടു കോസ് എ ഡിവൈഡഡ് ബൈ സൈൻ എ മൈനസ് സൈൻ എ ഡിവൈഡഡ് ബൈ സൈൻ എ പ്ലസ് 1 ബൈ സൈൻ എ. ഇതാണ് നമ്മളെ LHSലെ ന്യൂമറേറ്റർ. അതേപോലെ കോസ് എ ബൈ സൈൻ എ പ്ലസ് സൈൻ എ ബൈ സൈൻ എ മൈനസ് 1 ബൈ സൈൻ എ. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്, ഇവിടെ ന്യൂമറേറ്ററിലെ എല്ലാ ടേമിനെയും ഡിനോമിനേറ്ററിലുള്ള എല്ലാ ടേമിനെയും സൈൻ കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ കോസ് ബൈ സൈൻ കോട്ടാണ്. കോട്ട് എ മൈനസ് 1 പ്ലസ് കൊസീക്ക് എ ഇങ്ങനെ ഡിവൈഡ് ബൈ കോട്ട് എ പ്ലസ് 1 മൈനസ് കൊസീക്ക്. ഇപ്പം ശ്രദ്ധിക്കെല്ലാവരും, ഇനിയാണ് നമുക്ക് അടുത്ത ശ്രദ്ധിക്കാനുള്ളത് കോട്ട് എ പ്ലസ് കൊസീക്ക് എ മൈനസ് 1. ഒന്നും പേടിക്കാനില്ല, ഞാൻ ആദ്യം ഇത് എഴുതി, പിന്നെ ഇത് എഴുതി, ലാസ്റ്റ് ടേം ഇത് എഴുതി ഡിവൈഡ് ബൈ. അതേപോലെ താഴെ എഴുതി എങ്ങനെ, കോട്ട് എ മൈനസ് കൊസീക്ക് എ പ്ലസ് 1. ഇനിയാണ് നമ്മൾ ടെസ്റ്റിങ് വരുന്നത്. ശ്രദ്ധിക്കുക, ഇവിടെ വെച്ചിട്ടാണ് നമ്മളെ കാര്യങ്ങൾ നമ്മൾ ടെസ്റ്റ് ചെയ്ത് പോകുന്നത്. നോക്കൂ, ഇതിനെ ഞാൻ കോട്ട് എ പ്ലസ് കൊസീക്ക് എ തന്നെ എഴുതി. കോട്ട് എ പ്ലസ് കൊസീക്ക് എ, ഇതിന് ഞാൻ കോട്ട് എ പ്ലസ് കൊസീക്ക് എ. ഇനി ഈ മൈനസ് 1 ഞാൻ കൊസീക്ക് സ്ക്വയർ എ മൈനസ് കോട്ട് സ്ക്വയർ എന്ന് എഴുതി ഡിവൈഡ് ബൈ. ഈ ഡിനോമിനേറ്റർ ഒന്നും ചെയ്യാതെ നേരെ എഴുതി കോട്ട് എ മൈനസ് കൊസീക്ക് എ പ്ലസ് 1. നേരത്തെ നമുക്ക് എന്താ ആൻസർ കിട്ടാൻ നമ്മൾ റൂട്ട് മാറിയത് എന്തുകൊണ്ടറിയോ, നമ്മൾ ഇവിടെയും ഐഡൻറ്റിറ്റി അപ്ലൈ ചെയ്തു ഇവിടെ 1-ന്, പക്ഷേ അപ്പോഴാണ് നമ്മൾ ഇത് റൂട്ട് മാറിപ്പോയത്. ഇനി നമുക്ക് റൂട്ട് മാറില്ല, ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, കോട്ട് എ
പ്ലസ് കൊസീക്ക് എ ഇൻറ്റു മൈനസ് ഇതിനെ ഞാൻ എ മൈനസ് ബി എ പ്ലസ് എന്താണ് കൊസീക്ക് എ മൈനസ് കോട്ട് എ ഇൻറ്റു കൊസീക്ക് എ പ്ലസ് കോട്ട് എ ഇങ്ങനെ എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്ത് ഫോമിൽ എഴുതി ഡിവൈഡ് ബൈ കോട്ട് എ മൈനസ് കൊസീക്ക് എ പ്ലസ് 1 നോക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് എന്താണ് അടുത്ത സ്റ്റെപ്പ് നോക്കാം. അടുത്ത സ്റ്റെപ്പോട് കൂടി നമുക്ക് ഏതാണ്ട് നമ്മൾ ആൻസറിൽ എത്തും. ജസ്റ്റ് എ മിനിറ്റ് നോക്കൂ. അപ്പോൾ നമുക്ക് ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ് കോട്ട് എ പ്ലസ് കൊസീക്ക് എ വെളിയിലെടുക്കാൻ. കോട്ട് എ പ്ലസ് കൊസീക്ക് എ വെളിയിലെടുത്തു. വെളിയെടുത്തു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് 1 ആണ് കിട്ടുക. 1 മൈനസ് ഇവിടെ കൊസീക്ക് എ പ്ലസ് കോട്ട് എ കിട്ടിക്കഴിഞ്ഞാൽ കൊസീക്ക് എ മൈനസ് കോട്ട് എ എന്നാണ് ഇവിടെ വരിക. നമ്മൾ രണ്ട് ടേമിൽ നിന്നും കൊസീക്ക് എ പ്ലസ് കോട്ട് എ ഇവിടുന്നും ഇവിടെയും കോമൺ ആയതുകൊണ്ട് വെളിയിലെടുത്തു. അപ്പോൾ ഇവിടെ 1 ആയി. മൈനസ് കൊസീക്ക് എ മൈനസ് കോട്ട് എ ഇവിടെ ബൈ കോട്ട് എ മൈനസ് കൊസീക്ക് എ പ്ലസ് 1 ഡിനോമിനേറ്റർ. നമ്മൾ ആൻസർ എത്തിപ്പെട്ടു. ഇനി നമുക്ക് ഒറ്റ സ്റ്റെപ്പിൻ്റെ ഉള്ളിൽ ആൻസർ കിട്ടും. നോക്കൂ, അതായത് നമ്മൾ ഈ സാധനം കോട്ട് എ പ്ലസ് കൊസീക്ക് എ എന്നാണ്. ഈ ടേം നമ്മൾക്ക് മൈനസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1 മൈനസ് കൊസീക്ക് എ പ്ലസ് കോട്ട് എ എന്നായി മാറുന്നു ന്യൂമറേറ്റർ. 1 മൈനസ് കൊസീക്ക് എ പ്ലസ് കോട്ട് എ ഇവിടെ ബൈ കോട്ട് എ മൈനസ് കൊസീക്ക് എ പ്ലസ് 1. അപ്പോൾ നോക്കൂ, കോട്ട് എ മൈനസ് കൊസീക്ക് എ പ്ലസ് 1. അപ്പോൾ ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും എന്താണ് കട്ട് ചെയ്ത് പോയി. So the answer is cot A plus cosec A which is equal to RHS. അപ്പോൾ നമുക്ക് എന്തായി LHS is equal to RHS എന്നായി. എല്ലാവരും നന്നായി പഠിക്കുക, പ്രോബ്ലങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ.